കോർപ്പറേഷൻ്റെ സഹായത്തോടെ ഈ SC/ST മേഖലയിലൊക്കെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതും ആ തുടങ്ങിയ സംരംഭങ്ങൾ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നുണ്ടോ എന്നുള്ളതും ആദിവാസി മേഖലയിൽ ക്രിത്താഡ്സ് നടത്തിയ ഒരു പഠനത്തിൽ ആദിവാസി മേഖലയിൽ ആരംഭിക്കുന്ന സംരംഭങ്ങൾ പരാജയത്തിലാണ് എന്നുള്ള എന്തെങ്കിലും റിപ്പോർട്ടുകൾ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ലഘു വ്യവസായ യോജന അതുപോലെ തന്നെ മൈക്രോ ക്രെഡിറ്റ് ഫിനാൻസ് പ്രോഗ്രാം ഇത്തരത്തിലുള്ള പദ്ധതികൾ വഴി സംരംഭകർക്ക് സഹായം നൽകുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ സ്റ്റാർട്ടപ്പ് സംരംഭകർക്കുള്ള വായ്പാ പദ്ധതി, അവർക്കുള്ളൊരു വായ്പാ പദ്ധതി, അത് 50 ലക്ഷം രൂപ വരെയാണ് പരമാവധി പദ്ധതി തുകയുടെ ഇത് നൽകുന്നത്. പലിശ നിരക്ക് 7%. തിരിച്ചടവ് കാലാവധി 5 വർഷം മുതൽ 7 വർഷം വരെയായിട്ടുള്ള സ്കീമാണ്. 25 ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ളവർക്കും ഈ പദ്ധതി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ സർവീസ്, ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, എഞ്ചിനീയർമാർ സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന ആളുകളുണ്ടാവും. അവർക്ക് ആ പ്രൊഫഷണൽ സർവീസിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ കുറേ പ്രതിസന്ധി നേരിടേണ്ടി വരും. അവർക്കുള്ള ഒരു വായ്പയായിട്ട് 5 വർഷത്തെ കാലാവധിയിൽ പ്രത്യേകമായി വായ്പാ സംവിധാനം അതിനുവേണ്ടിയും ഏർപ്പെടുന്നുണ്ട്. പിന്നെ സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ള പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട യുവതി-യുവാക്കൾക്ക് അവരുടെ അഭിരുചികൾക്കനുസരണമായിട്ടുള്ള ഈ സംരംഭങ്ങൾ തുടങ്ങാൻ വായ്പ നൽകുന്നതോടൊപ്പം തന്നെ സംരംഭങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് പ്രത്യേകമായൊരു പരിശീലന പദ്ധതി അത് ഗുണം ചെയ്യുന്നതാണ്. 2025-26 സാമ്പത്തിക വർഷം അത്തരത്തിലുള്ള പദ്ധതി കോർപ്പറേഷൻ വിഭാവനം ചെയ്യുന്നുണ്ട്.